നമ്മൾ പാർട്ണേഴ്സിന് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യും. അതാണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു പാർട്ണർ. ഒരു പാർട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവരോട് നമ്മൾ പറയാണ്, നിങ്ങൾ വരുന്നതിന് ഇത്ര രൂപ പ്രോഫിറ്റ് നമുക്ക് ഗ്യാരണ്ടി വരും. അപ്പോൾ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ണേഴ്സിന് ഒരു മിനിമം പ്രോഫിറ്റ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ്. ആ ഓർഡറിൽ അങ്ങനെ നോക്കിപ്പോയാൽ നിങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മോഹിത്ത്, രോഹൻ ഇവർ രണ്ടാളും പാർട്ണേഴ്സാണ്. അവർ പ്രോഫിറ്റ് ലോസ് വീതിക്കുന്ന റേഷ്യോ 2:1 ഓക്കെ. അവർ രാഹുലിനെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ്. ദേ അഡ്മിറ്റ് രാഹുൽ ആസ് എ പാർട്ണർ. രാഹുലിനെ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാണ് വിത്ത് 1/4 ഷെയർ. അതായത് 1/4 ഷെയർ കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇത്തരം സിറ്റുവേഷനിൽ ഒരു പുതിയ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പുതിയ പാർട്ണർ വരികയാണല്ലോ അല്ലേ. പുതിയ പാർട്ണർ വരുമ്പോൾ അവിടെ റേഷ്യോ മാറും. അയാൾക്കും കൂടെ നമ്മൾ പ്രോഫിറ്റിനെ പങ്ക് കൊടുക്കണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ലിസൺ. ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ആരൊക്കെയെന്നാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആരൊക്കെയാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്? മോഹിത്തും രോഹനുമാണ്. സോ ഞാനിവിടെ എഴുതി മോഹിത്ത്, അതേപോലെ രോഹൻ. മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, മോഹിതും രോഹനും റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് 2:1. അപ്പം മോഹിത്തിൻ്റെ ഷെയർ എത്രയാണ് ഇവിടെ? മോഹിത്തിൻ്റെ ഷെയർ മക്കളെ ഈ 2:1 എന്ന് പറയുമ്പോൾ അത് മൊത്തം 3 ഭാഗമുണ്ടല്ലേ. 3 ഭാഗമുണ്ട്. അതിൽ 2 ആർക്കുള്ളതാ? അതായത് ഒരു ചോക്ലേറ്റിനെ 3 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 കഷ്ണം ആർക്കുള്ളതാണെന്ന് അർത്ഥം? നമ്മുടെ മോഹിത്തിനുള്ളതാണ്. അതിന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് 1,00,000 ആണെങ്കിൽ അതിൻ്റെ 3 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ 90,000 എന്ന് വെച്ചോ, 3 മുറിച്ചാൽ 30,000 കഷ്ണമാവും അല്ലേ. 60,000 ആർക്കാണ്? മോഹിത്തിന്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2/3, 3/2 കഷ്ണം മോഹിത്തിന്. അതാണ് മോഹിത്തിൻ്റെ ഷെയർ. ഈസി അല്ലേ അത്? മോഹിത്തിനുള്ള പങ്ക്. അതേപോലെ നമ്മുടെ രോഹൻ്റെ ഷെയർ എങ്ങനെ കാണുക? റോഹൻസ് ഷെയർ, രോഹന് 2:1 അല്ലേ. അപ്പോൾ 1 കഷ്ണം കിട്ടും. ടോട്ടൽ 3 കഷ്ണത്തിൽ 1 കഷ്ണം, 1/3. ക്ലിയർ? ഇതാണ് നമ്മുടെ ഓൾഡ് ഷെയർ, നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ഷെയർ. ഇനി ഈ പാർട്ണർഷിപ്പിലേക്ക് ഒരു പുതിയ പാർട്ണർ വരികയാണ്, രാഹുൽ. ആ രാഹുൽ വരുമ്പോൾ രാഹുൽ പറയുന്നത് എന്താണെന്നറിയോ? ടോട്ടൽ 4 കഷ്ണാക്കണം. 4 കഷ്ണാക്കണം. അതിൽ 1 കഷ്ണം എനിക്ക്. അതാണ് 1/4 ഷെയർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ രാഹുലിൻ്റെ ഷെയർ. ഇത് ചെയ്യാൻ ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. ട്രിക്കിലേക്ക് ഞാൻ വരാം. ആദ്യം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് അറിയോ? രാഹുൽ വരുമ്പോൾ മൊത്തം കഷ്ണത്തെ 4 കഷ്ണമാക്കി. അതിൽ 1 കഷ്ണം നമ്മൾ രാഹുലിന് കൊടുക്കുകയാണ്. നോക്കിക്കോണേ, ഇവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് വെച്ചോ. ഈ ചോക്ലേറ്റിന് ഞാൻ 4 കഷ്ണമാക്കാണ്. രാഹുൽ വരുമ്പോൾ 4 കഷ്ണമാക്കി. ഈ 4 കഷ്ണവും എന്താണ്? ഇത് 4-ൽ 1 കഷ്ണമാണ് അല്ലേ. ഇത് 4-ൽ 1 കഷ്ണമാണ്. അങ്ങനെ 4-ൽ ഓരോരോ കഷ്ണങ്ങളാണിത്. ഇതിൽ 1 കഷ്ണം ആർക്കുള്ളതാണെന്നറിയോ? രാഹുലിനുള്ളതാ. രാഹുൽ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇത് രാഹുലിനാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി ഇവിടെ 3 കഷ്ണമാണുള്ളത് അല്ലേ. ടോട്ടൽ 4-ൽ 3 കഷ്ണം. ഇതാണ് റിമൈനിങ്. ഇത് ആർക്കുള്ളതെന്നറിയോ? റിമൈനിങ് ഷെയർ. ഇത് ആർക്കുള്ളതെന്നറിയോ? നമ്മുടെ 2 ആൾക്ക് അവകാശമുണ്ട്. ആരാണ് 2 ആൾക്കാർ? നമ്മുടെ മോഹിത്തും അതേപോലെ വേറെ ആരാ? നമ്മുടെ രോഹനും. ഇവർക്ക് 2 ആൾക്കും കൂടെ ഉള്ളതാണ് ഈ 3/4 റിമൈനിങ് ഷെയർ. അപ്പോൾ ഇത് ഇവരെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. വെരി ഈസി. നമ്മളെങ്ങനെ ചെയ്യാമെന്നറിയോ? ആദ്യം നമുക്ക് മോഹിത്തിൻ്റെ സോൾവ് ചെയ്യാം. മോഹിത്തിൻ്റെ ഷെയർ, മോഹിത്തിൻ്റെ പുതിയ ഷെയർ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോണേ, മോഹിത്തിന് എത്ര ഉണ്ടായിരുന്നു? 3/4 കിട്ടുള്ളൂ. 3/4 ആണ്. എന്തിൻ്റെ 3/4? അത് മൊത്തം 4-ൽ 3 കഷ്ണം ബാക്കിയുള്ളൂ. അപ്പോൾ
അയാളുടെ പഴയ ഷെയർ എത്ര നോക്കുക. ഇയാളുടെ പഴയ ഷെയർ എത്ര? ഇതാ 2/3 അല്ലേ. അപ്പോൾ 2/3. അപ്പോൾ 2/3യുടെ 3/4 ഇയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണത് പറയാം. ഇതിങ്ങനെ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഈ മേലത്തെ 2 ഗുണിക്കുക. 3 ഗുണിക്കുന്ന 2 6. കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാൽക്കുലേറ്റർ ശീലമായാലും പ്രശ്നമാണ്. 6. 4 ഡിവൈഡ് ബൈ 3 പറഞ്ഞാൽ 4 × 3 ആണ് 12. ഇതാണിത് 6/12. ഇതാണ് അതിൻ്റെ ആൻസർ, മോഹിതിൻ്റെ ഷെയർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതേപോലെ റോഹൻ്റെ പുതിയ ഷെയറും കണ്ടുപിടിക്കണം. സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി റോഹൻ്റെ ഷെയർ എങ്ങനെ മക്കളെ റോഹൻ്റെ ഷെയർ കാണുക? റോഹനും 3/4 ആണുള്ളത് അല്ലേ. അത് 1/3യിലേക്ക് നോക്കണം. അതായത് 1/3 ആണ് റോഹന് കിട്ടുന്നത്. 3ൽ ഒരു കഷ്ണം കിട്ടുക. അപ്പോൾ 3/4ൻ്റെ 1/3 അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 3/4 എങ്ങനെ ചെയ്യുക? 3 × 1 3, 4 × 3 12, 3/12. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ആളാരായിരുന്നു? രാഹുൽ അല്ലേ. രാഹുലിൻ്റെ ഷെയർ എത്ര? 1/4. ഈ 1/4നെ എങ്ങനെ 12ലേക്ക് മാറ്റുക? ഈ താഴെയുള്ള 4നെ 12 ആക്കണം. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. 12 ആവും. 4 × 3. അപ്പോൾ മേലത്തെ ഇതിനെയും 3 കൊണ്ട് ഗുണിക്കുക. 3/12 ഇങ്ങനെ വരിക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഇതാ 6, 3, 3. അപ്പോൾ പുതിയ റേഷ്യോ എത്രയാണെന്നറിയോ? 6:3:3. ഞാൻ ഷോർട്ടാക്കാം. 2:1:1. പകുതിയാക്കി കൂടെ 2:1:1. ഇതാണ് റേഷ്യോ. ക്ലിയർ? ഇങ്ങനെയാണ് പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ട്രിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ ചോദിച്ചാൽ പഴയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആയിരുന്നു അല്ലേ. ഇത് നോക്കുമ്പോൾ മൊത്തം 3 ആയിരുന്നു. അതിൽ ഒരു കഷ്ണം കൂടെ കൊടുത്താൽ മൊത്തം 4 ആയില്ലേ. 2:1:1. 4ൽ ഒരു കഷ്ണം നമ്മുടെ പുതിയ ആൾക്ക് രാഹുലിന് പഴയ പോലെ തന്നെ മറ്റുള്ളവർക്ക് കിട്ടിയാൽ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് 2 രീതിയിലും ചെയ്യാം. ട്രിക്ക് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും ഇത്തരം കേസ്. ഓക്കെ, നെക്സ്റ്റ്. ഇതെല്ലാ കേസിലും ആപ്ലിക്കബിൾ അല്ല കേട്ടോ. നമ്മൾ റേഷ്യോയുടെ കാൽക്കുലേഷൻ്റെ കേസിൽ അത് ഡിസ്കസ് ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബോധയുടെ ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളാം. പ്രോഫിറ്റിൽ 1/4 ഷെയറാണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ രാഹുലിന് കൊടുക്കുന്നത്. വിത്ത് ഗ്യാരണ്ടി. രാഹുലിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അയാളുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ 50,000 കിട്ടുമെന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം. 50,000 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 30,000 40,000 വരുന്നുള്ളൂന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന പൈസ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള പാർട്ണേഴ്സ് കൊടുക്കേണ്ടി വരും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ്, ഫേമിൻ്റെ പ്രോഫിറ്റ് നോക്കിക്കോളൂ. ഫേമിൻ്റെ പ്രോഫിറ്റ് 1,60,000 ആണ് ഈ വർഷം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. ഇത് വളരെ സിമ്പിളാണ് മക്കളെ, നമുക്ക് സോൾവ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് വീതിക്കണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? പിന്നെ എന്തിനാണ് ഇത് പിന്നെയും പഠിക്കുന്നത്? ഇവിടെ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണെങ്കിലും ഈ പ്രോഫിറ്റ് വീതിക്കുമ്പോൾ മിനിമം രാഹുലിന് 50,000 കിട്ടണം. മിനിമം ഗ്യാരണ്ടി കൊടുക്കണം നമ്മൾ 50,000 രൂപ. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വീണ്ടും പഠിക്കുന്നത്. ക്ലിയർ? സോ നമ്മളത് ഡിസ്കസ് ചെയ്യാണ്. നോക്കിക്കോളാം. നമ്മൾ ഫോർമാറ്റൊക്കെ ഓർമ്മയില്ലേ? എങ്ങനെയായിരുന്നു? പർട്ടിക്കുലേഴ്സ്, പിന്നെ എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. റെഡി? ഓക്കെ. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. മക്കളെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലേ ക്വസ്റ്റ്യനിൽ. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? 1,60,000. ഇതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പഠിച്ചതാ. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എഴുതണം. ബൈ നെറ്റ് പ്രോഫിറ്റ് 1,60,000. ഇത് ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതുക അല്ലേ. എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിൽ എഴുതുക. അങ്ങനല്ലേ പഠിച്ചത്? യെസ്. ഈ 1,60,000 നമ്മൾ ഇനി വീതിച്ചെടുക്കാൻ പോവാണ്. 3 പാർട്ണേഴ്സിന് വീതിക്കണം. നോക്കാം ഇവിടെ ആരൊക്കെയാണ് 3 പാർട്ണേഴ്സ്. ഇതാ ഈ 1,60,000 രൂപ നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറയുമ്പോൾ അത് ഡെബിറ്റ് കിട്ടുക. ഇതാ ഇവിടെ ഇടുക 2. ആർക്കൊക്കെ വീതിച്ച് കൊടുക്കണം അല്ലേ? ആ 1,60,000 ഇവിടെ ഇല്ലേ? ഇവിടെ നിന്ന് കുറക്കണമെങ്കിൽ അത് ഡെബിറ്റ് കൊണ്ടുപോയിട്ടാൽ മതി. ഇങ്ങനെയല്ലേ നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചത്. 2. ആരാ 3 ആൾക്കാർ? ഫസ്റ്റ് ആളാരാ? മോഹിത് ക്യാപിറ്റൽ. മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. മക്കളെ കൊടുക്കാനുള്ള പൈസക്ക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. നോക്കിക്കോണേ, മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോവാണ്. എത്ര രൂപ മോഹിതിന് കൊടുക്കേണ്ടി വരുന്നുള്ളതാണ്.
മോഹിതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. മോഹിതിന് കൊടുക്കേണ്ട പൈസ എത്ര രൂപ കൊടുക്കേണ്ടി വരും? മോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട്, മോഹിതിൻ്റെ ക്യാപിറ്റൽ എത്ര കൊടുക്കേണ്ടി വരും? നമ്മളത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ നോട്ട് എഴുതാണ്. നോട്ട് മോഹിത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, മോഹിതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ റേഷ്യോ എത്രയായിരുന്നു? 2:1:1 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോഹിതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? 1,60,000 ആണ് മൊത്തം പ്രോഫിറ്റ്. അതിൽ മോഹിതിൻ്റെ 2 ഇത് 3 കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും? 4. 2/4. 4-ൽ 2 കഷ്ണം മോഹിതിനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? 80,000 മോഹിതിനുണ്ടാവും. 80,000. ഇനി അടുത്തത് നമ്മൾ അടുത്ത ആളാരാ? റോഹൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. റോഹൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. മക്കളെ റോഹൻ എത്ര ഉണ്ടാവും? 1,60,000 ആണ് മൊത്തം. അതിൽ ഒരു ഭാഗം അല്ലേ ഇൻറ്റു 1/4 എത്ര ഉണ്ടാവും? 40,000. ഇതാണ് റോഹൻ ഉണ്ടാവുക. മോഹിതിന് 80,000 ആണ് ഷെയർ, റോഹന് 40,000. ഇനി പുതിയ ആളാരാ? രാഹുൽ. രാഹുൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. രാഹുലിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ എങ്ങനെ കാണാം മക്കളെ? 1,60,000 അല്ലേ, അതിൽ ഇൻറ്റു രാഹുലിനും ഷെയർ 1 ആണ്. 1/4 വേണമെന്നല്ലേ പറഞ്ഞത്? ഇൻറ്റു 1/4 എത്ര ഉണ്ടാവും? 40,000. പെട്ട്. ഈ 40,000 രൂപ കൊടുത്താൽ മതിയോ? പോരാ. 50,000 മിനിമം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കണം. ഡെഫിഷ്യൻസി അവിടെ പൈസയിൽ ഡെഫിഷ്യൻസി ഉണ്ട്. ഇൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ ഷെയറിൽ ഡെഫിഷ്യൻസി ഉണ്ട്. ആരെ പ്രോഫിറ്റിൻ്റെ ഷെയർ? ഓഫ് രാഹുൽ. രാഹുലിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയറിൽ കുറവുണ്ട്. 50,000 മിനിമം ഗ്യാരണ്ടി പറഞ്ഞാൽ 50,000 തന്നെ കൊടുത്തോണം. 40,000 അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? 1,60,000 1/4 കൊടുത്തു കഴിഞ്ഞാൽ, ഷെയറിൻ്റെ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? 40,000. പറ്റുമോ? പറ്റില്ല. 50,000 കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിനിമം 50,000 കൊടുക്കണം. 40,000 ഉള്ളൂ. എത്ര റുപ്യേൻ്റെ ഷോർട്ട്? 10,000. ഇതാണ് ഡെഫിഷ്യൻസി. ഈ 10,000 രൂപ 2 ആൾ ഏറ്റെടുക്കണം. ആരാ 2 ആൾക്കാർ? നമ്മുടെ എന്തിനാ ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്ന്? ആരാ 2 ആൾക്കാരാരാ? മോഹിതും രോഹനുമാണ്. ഇവർ പറയാണ് നീ ഇങ്ങോട്ട് വാ, 50,000 മിനിമം ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞിങ്ങോട്ട് ഇറക്കിയിട്ട് 40,000 കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ പ്രശ്നം ഉണ്ടാക്കും. ആര്? രാഹുൽ. അപ്പോൾ രാഹുൽ പറയും 10,000 രൂപ എനിക്ക് ഷോർട്ടാ, 2 ആളും കൂടെ തന്നാളി. അപ്പോൾ എങ്ങനെ 2 ആളോട് കൊടുക്കുക? 2 ആളും കൂടെ അവരുടെ പ്രോഫിറ്റ് ഷെയറിൽ അതെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. നോക്കാം ആരൊക്കെയാണ് 2 ആൾക്കാർ. ഒന്ന് നമ്മുടെ റോഹൻ. ആദ്യം നമുക്ക് മോഹിതിന് ചെയ്യാം. കൺഫ്യൂഷൻ വേണ്ട, മോഹിതിന് ചെയ്യാം. മോഹിതിൻ്റെ കേസിൽ എത്ര ഏറ്റെടുക്കണം? 10,000 രൂപയാണ് മോഹിത്. 10,000 മൊത്തം മോഹിത് എടുക്കണ്ട, 10,000 രൂപയും അതേപോലെ മോഹിതും രോഹനും കൂടെ എടുത്താൽ മതി. മോഹിത് എത്ര ഏറ്റെടുക്കും? നോക്കിക്കേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2:1:1 അല്ലേ? 2:1:1 അല്ലേ? അതിൽ 2:1, അത് 2:1 നോക്കിക്കോട്ടോ, 2:1:1 ആണ്. അപ്പോൾ ഇതാണ് മോഹിതിൻ്റെ, ഇതാണ് ആരത്? നമ്മുടെ റോഹൻ്റെ. അപ്പോൾ 2:1. 2:1 ഏറ്റെടുക്കേണ്ടി വരിക. 2:1 പറഞ്ഞാൽ 2/3 അല്ലേ? മൊത്തം 3, അതിൽ 2 ഭാഗം ആര് ഏറ്റെടുക്കണം? മോഹിത്. 10,000 × 2/3 6,667 രൂപ മോഹിത് ഏറ്റെടുക്കും. അപ്പോൾ റോഹനോ? റോഹൻ 10,000ൻ്റെ 1/3 അയാളുടെ ഭാഗം 3,333. ഇത് രണ്ടും കൂട്ടിയാൽ 10,000 ആയി. ഇത് രണ്ടും അവർ 2 ആളെ അക്കൗണ്ടിൽ നിന്നും കുറച്ചുകൊണ്ട് ആർക്ക് ഇട്ടെടുക്കും? നമ്മുടെ രാഹുലിന് ഇട്ടെടുക്കും. രാഹുൽ ഹാപ്പിയാവും. എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. വളരെ ഈസിയാണിത് ചെയ്യാൻ, വളരെ സിമ്പിളാണ്. നോക്കാം. നോക്കിക്കോ, മോഹിതിൻ്റെ ക്യാപിറ്റൽക്ക് എത്ര കൊടുക്കാണ്ട് മക്കളെ? 80,000. ഈ 80,000 എവിടെ നിന്ന് കിട്ടിയതാ? ഈ 80,000 ആണത്. 1,60,000 വീതിച്ചു കൊടുത്ത്. എന്നാൽ ഈ 80,000 മൊത്തം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഡെഫിഷ്യൻസി എത്ര രൂപ കുറക്കണം? 6,667 അങ്ങോട്ട് ഏറ്റെടുക്കും. കാരണം 10,000 ഷോർട്ട് ഉണ്ട്, മര്യാദക്ക് കുറച്ച് തന്നു എന്ന് പറയും അല്ലേ? അപ്പോൾ 80,000 രൂപയിൽ നിന്ന് 6,667 കുറച്ച് കഴിഞ്ഞാൽ 73,333 മോഹിതിന് കിട്ടുക. 80,000 കിട്ടില്ല.
കാരണം അവിടെ ബാക്കിയുള്ള ആൾക്ക് കൊടുക്കണത്, രാഹുലിന് കൊടുക്കണം കുറച്ച്. ഇനി 2, അടുത്ത ആളാരാ? നമ്മുടെ റോഹൻസ് ക്യാപിറ്റൽ. റോഹന് കൊടുക്കാനുള്ള പൈസ 40,000 ആയിരുന്നു അല്ലേ? പക്ഷേ ഈ 40,000 മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 40,000 ആയിരുന്നു. 40,000 മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൽ 3,313 റുപ്യ ഏറ്റെടുക്കണം. അപ്പോൾ അത് കുറയ്ക്കും. റോഹൻസ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? ഡെഫിഷ്യൻസി 3,333 അത് കുറയ്ക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 40,000 മൈനസ് 3,333 36,667 ഉണ്ടാവും. ക്ലിയർ? നെക്സ്റ്റ് ഇനി എന്താ ഉള്ളതെന്ന് അറിയോ? അടുത്ത് നമ്മുടെ രാഹുലാണ്. രാഹുലിന് കൊടുക്കാനുള്ള ക്യാപിറ്റലും 40,000. പക്ഷെ ഇത് മതിയോ? ഇത് പോരാ. ഓക്കെ, 40,000 ആണ്, ഇത് പോരാ. ഈ 10,000 കൂടെ എക്സ്ട്രാ കൊടുക്കണ്ടേ? അപ്പോഴല്ല 50,000 ആവുള്ളൂ. അതിനെ കൊടുക്കണേ. മിനിമം പറഞ്ഞിട്ടുണ്ട് 40,000 അല്ല 50,000 തരാൻ ഗ്യാരണ്ടി പറഞ്ഞാണ്. സോ 50,000 കൊടുക്കണം. അപ്പം ആഡ് ഡെഫിഷ്യൻസി റെസീവ്ഡ് ഫ്രം ആരുടെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടിയത്? രോഹിത് എത്ര തന്നു നോക്കിയേ? ഇവിടെ ഉണ്ട് 6,667 അല്ലേ? 6,667. അതേപോലെ ആഡ് ഡെഫിഷ്യൻസി റെസീവ്ഡ് ഫ്രം, പിന്നെ ആരാ മക്കളെ? നമ്മുടെ രോഹിത് അല്ല കേട്ടോ, മോഹിതാണ്. റോഹൻ 3,333. ദാ ഇത് രണ്ടും കൂടെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ എത്ര കിട്ടി? 10,000 ആയില്ലേ? അപ്പോൾ എത്ര മൊത്തം ഉണ്ടായി? 50,000. മിനിമം ഗ്യാരണ്ടികൾ കിട്ടിയില്ലേ? 50,000. രണ്ട് സൈഡുകൾ ബാലൻസ് ചെയ്ത് നോക്കിയേ, ഈക്വൽ ആവും, ടാലി ആവും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. വളരെ സിമ്പിളാണ്. 1,60,60,000 ഇവിടെ വരും, 1,60,60,000 ഇവിടെ വരും. ഈസി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ, ജോണും മാത്യുവും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതും ലോസ് ഷെയർ ചെയ്യുന്നതും 3:2 അതാണ് ഓൾഡ് റേഷ്യോ. പഠിച്ചോണേ. ദേ അഡ്മിറ്റ് മോഹന്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. മോഹന്തി അല്ലേ? മോഹന്തി. ഓക്കെ, പ്രോഫിറ്റ് അവരെന്ത് ചെയ്തു? മോഹന്തിയെ ഫേമിലേക്ക് എൻ്റർ ചെയ്തു. 1/6 ഷെയർ, 1/6 ആർക്കാണ്? മോഹന്തിക്കുള്ളതാണ്. സോ ജോൺ പേഴ്സണലി ഗ്യാരണ്ടീഡ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നേരത്തെ ഇങ്ങനെ ഒരു കേസ് ഇല്ലായിരുന്നു. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ജോൺ പേഴ്സണലി ഗ്യാരണ്ടീഡ്. ജോൺ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ജോൺ ഉണ്ട്, മാത്യു ഉണ്ട്. ജോൺ പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്തോളാം, നിനക്ക് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ജോൺ പേഴ്സണലി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മോഹന്തീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ്, എന്ത് കുറച്ചിട്ട്? ആഫ്റ്റർ ചാർജിങ്, കുറച്ചതിന് ശേഷം, ചാർജ് ചെയ്തതിനു ശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ഒരു വർഷത്തേക്ക്. വുഡ് നോട്ട് ബി ലെസ് ദാൻ 30,000 ഇൻ എനി ഇയർ. അതായത് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചിട്ട് എത്ര? ഒരു 30,000 രൂപയെങ്കിലും നമ്മൾ മോഹന്തിക്ക് കൊടുക്കും. ആ മോഹന്തിക്ക് 30,000 കൊടുക്കാനില്ലെങ്കിലോ അത് ജോൺ ഏറ്റെടുക്കും. ആരേറ്റെടുക്കണ്ട? മാത്യു ഏറ്റെടുക്കണ്ട. ജോൺ പേഴ്സണലി ലയബിൾ ആണ് കൊടുക്കാൻ. സോ ദ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ജോൺ 2.5 ലക്ഷം ഇറക്കി, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. മാത്യു 2 ലക്ഷം ഇറക്കി, അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. മോഹന്തി 1.5 ലക്ഷം ഇറക്കി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ വർഷത്തെ പ്രോഫിറ്റ് 1,50,000 ബിഫോർ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം ആ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുക, 3 ആളുടെ പ്രോഫിറ്റിന്റെ ഷെയർ കണ്ടുപിടിക്കുക. ആ 3 ആളുടെ പ്രോഫിറ്റിന്റെ ഷെയറിൽ മോഹന്തിയുടെ ഷെയർ 30,000 വരുന്നുണ്ടോ നോക്കുക. കുറവാണെങ്കിൽ ആ കുറവ് ഡെഫിഷ്യൻസി എന്ന് പറയും. ആ ഡെഫിഷ്യൻസി എത്രയാണോ അത് ആര് പേഴ്സണലി ഏറ്റെടുക്കും? നമ്മുടെ ജോൺ പേഴ്സണലി ഏറ്റെടുക്കും. ആരറിയണ്ട? മാത്യു അറിയേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു മെത്തേഡും കൂടെ, ഈ ഒരു മോഡലും കൂടെ നമുക്ക് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഫസ്റ്റ് particulars
എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, ഈസി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എഴുതി വെക്കുക കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റിൽ എഴുതുക. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ പോയി കാണുക. കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്ലിയർ ആവും. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് മക്കളെ? ക്വസ്റ്റ്യൻ ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1,20,000 ആണ് അല്ലേ? 1,20,000. ഞാനത് എഴുതി വെക്കുകയാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ മേലെയാണ്. യെസ്, എത്രയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്? എത്രയാണ്? 1,50,000 ആണ്. ആ 1,50,000 ഞാൻ അവിടെ കൊണ്ട് എഴുതി വെച്ചു. മക്കളെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നേരെ കൊണ്ട് വീതിക്കാൻ നിൽക്കരുത്. ഈ 1,50,000 എന്ന് പറയുന്നത് ബിഫോർ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്തതിന് ശേഷം. ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കണം, എന്നാലേ മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് വീതിച്ചാൽ മതി. ആ വീതിക്കണ സമയത്ത് നമ്മുടെ ആർക്ക്? നമ്മുടെ മോഹന്തിക്ക് 30,000 കൂടെ മിനിമം ഗ്യാരണ്ടി കൊടുക്കണം അല്ലേ? ആ 30,000 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കട്ട് ചെയ്യണം. ഈ ക്രെഡിറ്റിൽ നിന്ന് എന്ത് കട്ട് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് കൊണ്ടിട്ടാൽ മതി. ഇതാ ഇവിടെ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിലിടുക. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് കുറച്ചിട്ടേ നമ്മൾ ബാക്കി വീതിക്കാവൂ. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കട്ട് ചെയ്യണം. 3 ആൾക്കാരുണ്ടല്ലോ. ആരൊക്കെയാണ് നമ്മുടെ 3 ആൾക്കാർ? നമ്മുടെ 3 ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ജോണ്, രണ്ടാമത് നമ്മുടെ മാത്യു, മൂന്നാമത് നമ്മുടെ മോഹന്തി. ഈ 3 ആളും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ജോൺ 2.5 ലക്ഷം, മാത്യു 2 ലക്ഷം, മോഹന്തി 1,50,000. അപ്പോൾ നമുക്ക് നോക്കാം ജോൺ എത്ര ഇറക്കി. ജോൺ 2,50,000. ക്വസ്റ്റ്യൻ വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്ക് നോക്കാം അത് അല്ലേ. ജോണ് 2,50,000 ഇറക്കി. നോക്കിക്കേ, 2,50,000. അതിന് 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ 2,50,000 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 2,50,000 10% 25,000 രൂപ ഉണ്ടാവും. അതേപോലെ നമ്മുടെ മാത്യു ബിസിനസ്സിലേക്ക് ഇറക്കിയത് 2 ലക്ഷമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കോമൺ പെർസെൻറ്റേജ് ആണ് 10%. സോ 20,000 ഉണ്ടാവും. ചെയ്തൊക്കെ കിട്ടും. 2 ലക്ഷത്തിൻ്റെ 10% 20,000. സോ കാൽക്കുലേറ്റർ അടിക്കുക. 2 ലക്ഷത്തിൻ്റെ 10% 20,000 കിട്ടും കേട്ടോ. 2 ലക്ഷം ഇൻറ്റു 10%. മോഹന്തിക്ക് 1,50,000 ആണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതിന് 10% 15,000 ഉണ്ടാവും. മോഹന്തിയുടെ കേസിൽ നോക്കുമ്പോൾ, മോഹന്തിയുടെ കേസിൽ പുതിയ പാർട്ണർ അല്ലേ, 1,50,000 ആണ് ക്യാപിറ്റൽ. അതിന് 10% 15,000 ഉണ്ടാവും. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 25,000 പ്ലസ് 20,000 പ്ലസ് 15,000 എത്ര ഉണ്ടായിരിക്കും? 35,000, 40,000, 60,000. ഇതാണ് ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് പരിപാടിയുണ്ട്. എന്താ നോക്കാം നമുക്ക്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ടോപ്പിക്ക് വൈൻഡപ്പ് ആവും. ഓക്കെ, വെരി ഈസി. എങ്ങനെയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ചെയ്യുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ, ഫൈൻ. എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? 1,50,000 അല്ലേ? ആ 1,50,000 ഞാൻ ഈ സൈഡിൽ എഴുതി വെച്ചു. ഓക്കെ, ഇവിടെയും 1,50,000 എഴുതി. അതിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര നമ്മൾ കൊടുക്കണം? 60. അത് കുറച്ച ബാക്കി എത്ര ഉണ്ട് മക്കളെ? 90,000 ഉണ്ട്. 90,000. 1,50,000 ബാക്കി 60,000 കുറച്ച 90,000 ഉണ്ട്. ഈ 90,000 3 വീതിക്കണം. ആരൊക്കെയാണത്? നമ്മുടെ ജോണ്, നമ്മുടെ മാത്യു, നമ്മുടെ മോഹന്തി. നമുക്ക് നോക്കാം. ജോൺ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മക്കളെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് മുമ്പുള്ള പ്രോഫിറ്റ് 1,50,000 നമ്മൾ നോക്കി. അതിന് 60,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ 90,000 ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ 90,000 3 വീതിക്കണം. 3 വീതിക്കണം എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് വീതിക്കുക? അതിനാദ്യം നമ്മൾ എന്ത് കാണണം എന്നറിയോ? ന്യൂ റേഷ്യോ കാണണം. ആക്ച്വലി ന്യൂ റേഷ്യോ കാണാൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മെത്തേഡിൽ നിങ്ങൾ കാണുക. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ ചെയ്യുക. ഇവിടെ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മൾ കുറേ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സുഖമായി. 3:2:1. ഇത് തന്നിട്ടില്ലെങ്കിൽ കാണാനും സുഖമാണ്, നമുക്ക് പറ്റും. 1/6 ആണ്. അപ്പോൾ റിമൈനിങ് 5/6 ഉണ്ടാവും. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കിട്ടും. നമ്മൾ ചെയ്തതാണ് 3:2:1. അതെല്ലാം ഡിവൈഡ് ചെയ്ത് ന്യൂ റേഷ്യോ 3:2:1 ആണ്. ഒന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ ജോൺ ചെയ്യാതെ. ജോണിൻ്റെ കേസ്, ജോണിന് എത്ര കിട്ടും? 90,000 × 3/3 + 2 + 1
3/6 എത്ര ഉണ്ടായിരിക്കും? 90,000 ഇൻറ്റു 3/6 45,000 ഉണ്ടാവും. ഇതാണ് ജോണിന് കിട്ടുക. ഓക്കെ, രണ്ടാമത് ആളാരാ? മാത്യു. 90,000 പ്രോഫിറ്റ്, അതിന് 2/6 മാത്യുവിന് വരും, 30,000. ഇതാണ് മാത്യുവിന് വരിക. ഇനി നമ്മുടെ ആരാണ്? മോഹന്തി, പുതിയ ആളല്ലേ. മോഹന്തിക്ക് ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 90,000 ഇൻറ്റു 1/6 15,000 ലോക്കായി. മോഹന്തിക്ക് 15,000 കൂടെ കൊടുക്കണം ഇനി അല്ലേ. 15,000 കിട്ടുള്ളൂ ഇപ്പോൾ പ്രോഫിറ്റ് ഷെയർ. ഗ്യാരണ്ടി എത്ര പറഞ്ഞ്? 30,000. ഇത് ആര് കൊടുക്കാന്ന് വലിയ വർത്താനം പറഞ്ഞു നമ്മുടെ ജോണ്. ഞാൻ പേഴ്സണലി ഏറ്റെടുത്തോളാം. അപ്പോൾ 15,000 ജോൺ അങ്ങോട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളത് കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. 15,000 രൂപ മോഹന്തിക്ക് ഓൾറെഡി കിട്ടും, 30,000 ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഒരു 15,000 രൂപ കൊടുക്കണം. അത് രണ്ടാളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നല്ല സുഖം. ഇത്രയും ക്വസ്റ്റ്യൻ അത് നേരെ ആരെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചൊരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്താൽ മതി. മോഹന്തിയിലേക്ക് ആഡ് ചെയ്യുക, നമ്മുടെ ജോണിൻ്റെ നിന്ന് കുറയ്ക്കുക. വെരി ഈസി, വെരി ഈസി. നമുക്ക് നോക്കാം, ചെയ്യാം. ഇവിടെ ചെയ്യാൻ പോവാണ്, നോക്കിക്കോളാം. 2 ജോൺസ് ക്യാപിറ്റൽ. ജോൺസ് ക്യാപിറ്റൽ മക്കളെ, ജോണിൻ്റെ ക്യാപിറ്റൽക്ക് എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? ജോണിന് 90,000 പകുതി 45,000, 3/6 അല്ലേ, 45,000 ഉണ്ട്. എന്നാൽ ഈ 45,000 മുഴുവൻ ജോണിന് കൊടുക്കൂല നമ്മൾ. മോഹന്തിക്ക് 15,000 ഉള്ളൂ, ഒരു 15,000 കിട്ടണം. അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വലിയ വർത്തമാനം പറഞ്ഞു. സോ നമ്മളത് ജോണിൻ്റെ നിന്ന് കുറയ്ക്കണം. മൈനസ് ഡെഫിഷ്യൻസി 15,000. ഓക്കെ, ഇനി 30,000 നീ പിടിച്ചോ. ഈ 15,000 കുറച്ചാൽ 15,000 ആർക്ക് കൊടുക്കാം? മോഹന്തിക്ക് കൊടുക്കാം. സോ അടുത്തത് നമ്മുടെ 2 മാത്യു. മാത്യു ഹാപ്പിയാണ്. മാത്യുവിൻ്റെ നിന്ന് 5 പൈസ പോകണില്ല. മാത്യൂസ് ക്യാപിറ്റൽ. മാത്യുവിന് എത്ര കൊടുക്കാനുള്ളത്? 30,000. അത് ഫുള്ള് കിട്ടും. കാരണം എന്താ? മാത്യുവിൻ്റെ നിന്ന് പൈസ കുറക്കൂല. കാരണം മാത്യു പേഴ്സണലി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ജോണും ഫുള്ള് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് വൺ ടു മോഹന്തീസ്. മോഹന്തീസ് ക്യാപിറ്റൽ. മക്കളെ, മോഹന്തിക്ക് എത്രയാണ് കിട്ടേണ്ടായിരുന്നത്? 30,000. 30,000 അല്ലേ ശരിക്കും കിട്ടേണ്ടത്? നോക്കിയേ, ഇന്ന് എത്ര ഉള്ളൂ? 15,000 ഉള്ളൂ. 15,000. പക്ഷേ നമ്മുടെ ജോണിൻ്റെ നിന്ന് 15,000 നമ്മൾ കുറച്ചതുകൊണ്ട്, ഡെഫിഷ്യൻസി ഏറ്റെടുത്തുകൊണ്ട് അത് ആർക്ക് കൊടുക്കുക? മോഹന്തിക്ക് കൊടുക്കുക. അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. ആഡ് നേരത്തെ പഠിച്ച അതേപോലെ ഡെഫിഷ്യൻസി റെസീവ്ഡ് ഫ്രം ജോൺ. യെസ്, 15,000 ജോണിൻ്റെ നിന്ന് കുറച്ച് നേരെ ആരതിക്ക് ആഡ് ചെയ്തു? മോഹന്തിക്ക് ആഡ് ചെയ്തു. സെറ്റ്. 2 സീറും ടാലി ആയിട്ടുണ്ടാവും. എല്ലാവർക്കും 30,000 കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. ക്ലിയർ അല്ലേ? ഇത് സിമ്പിളാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.